ഹായ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്തി വീഡിയോ ആയിരിക്കും, കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. സോ ഞാൻ ഫുൾ വീഡിയോ യൂട്യൂബിൽ ഇടുന്നതായിരിക്കും. അതിനു മുമ്പ് കുറഞ്ഞ ബഡ്ജറ്റിൽ മെറ്റീരിയൽസ് നോക്കുന്നവർക്ക് വേണ്ടി മാത്രമായിട്ടൊരു ഷോപ്പ് ഞാൻ കാണിച്ചു തരാം. പ്രൊമോഷൻ ഒന്നുമല്ല, ഞാൻ പോയിട്ട് കണ്ടന്റ് വീഡിയോ കാണിക്കുന്നത്. ഫാഷൻ പ്ലസ്. ഇവിടെ നിങ്ങൾക്ക് കോട്ടൺ ഐറ്റംസ് ഒരു 28 രൂപ തൊട്ട് 55 രൂപ റേഞ്ചിൽ നല്ല ഐറ്റംസ് കിട്ടും. ഞാൻ അവിടെ കാണിക്കാൻ വീഡിയോ. മത്സ്യന്തിയിലേക്ക് ഒരു 60 to 80 ആ റേഞ്ചിൽ കിട്ടും. എല്ലാ ഐറ്റംസൊന്നും കിട്ടില്ല. നിങ്ങൾ തുണി സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ ബൾക്കിൽ നമുക്ക് ഏത് പ്രിന്റ് വേണമെങ്കിലും ആ തുണികളിൽ അടിച്ചു തരും. ബൾക്കായിട്ട് എങ്ങനത്തെ പ്രിന്റ് വേണമെങ്കിലും അടിച്ചു തരും. ആൻഡ് കസ്റ്റമൈസേഷൻ ചോദിക്കുന്നവർക്ക് അത് നമ്മൾ ഓരോ ഷോപ്പുകളെ വെച്ച് ചെയ്യിക്കുന്ന, അല്ലാതെ ഇവിടെ അങ്ങനെ ചെയ്ത് കൊടുക്കുന്ന ഷോപ്പുകളില്ല. ഓക്കെ, സോ മെയിൻ കാര്യം, ഒരു 10,000 രൂപയ്ക്കോ 20,000 രൂപയ്ക്കോ ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സാധനങ്ങൾ കൊണ്ടുപോകാൻ പറ്റും. എന്നാൽ നിങ്ങൾക്ക് അവിടെ ചെന്ന് ലാഭം ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റില്ല. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം, 10,000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്നവർ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? കുറഞ്ഞ ബഡ്ജറ്റിൽ ഒരുപാട് ഐറ്റംസ് എടുത്ത് നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് വിൽക്കാനായിരിക്കും. എന്നാൽ നമ്മുടെ നാട്ടിൽ വിറ്റ് പോകുന്ന ഐറ്റംസ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഐറ്റംസിനൊക്കെ ഒരു 150 to 200 എന്തായാലും റേഞ്ച് വരും. അല്ലെങ്കിൽ ഹിന്ദിക്കാരെ ചപ്പ് ചവർ ഐറ്റംസ് കിട്ടും, നമ്മുടെ നാട്ടിൽ സെയിലാവില്ല. സോ 200 ഇവിടെ ഐറ്റം നിങ്ങൾ എടുത്തു എന്ന് വിചാരിച്ചോ, 10,000 രൂപയ്ക്ക് നിങ്ങൾ എന്തായിരിക്കും വിചാരിക്കുക? 200 × 50 10,000. ഓക്കെ, 50 ഐറ്റം എനിക്ക് കിട്ടുമെന്ന് വിചാരിക്കും. 50 ഐറ്റം നിങ്ങൾക്ക് കിട്ടുമോ? കിട്ടില്ല. അവിടെയാണ് ഇവിടുത്തെ ഹോൾസെയിൽ മാർക്കറ്റിൻ്റെ കളി വരുന്നത്. നിങ്ങൾ ഒരു ഐറ്റം 4 സൈസിലെടുക്കണം. ഓക്കെ, ഇതൊന്നും അറിയാത്തവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ്. 4 സൈസിലെടുക്കണം. XL, L, മീഡിയം, XXL അല്ലെങ്കിൽ സ്മോൾ. 4 സൈസിൽ മിനിമം നിങ്ങൾ എടുക്കണം. ഈ 4 സൈസിൽ 200 രൂപയുടെ ഐറ്റം നിങ്ങൾ എടുത്ത് എത്രയായി? 800 രൂപയായി. സോ നിങ്ങൾക്ക് എത്ര ഐറ്റം കിട്ടും? 50 കിട്ടില്ല. ഒരു 12, 10 വേണ്ട 11 ഐറ്റം കിട്ടി നിങ്ങൾ വിചാരിച്ചോ. ഈ 11 ഐറ്റം വെച്ച് നിങ്ങൾക്കൊരു ഷോപ്പ് തുടങ്ങാൻ പറ്റുമോ? പറ്റില്ല. കാരണം അപ്പുറത്ത് 100 ഐറ്റം ഇട്ടിട്ട് വെറൈറ്റി കളക്ഷൻ വിൽക്കുന്ന ഒരു ഷോപ്പ് ഉണ്ടാവും. സോ ആൾക്കാർ കൂടുതൽ എവിടേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്യുക? അവിടേക്കായിരിക്കും. അതുകൊണ്ടാണ് നിങ്ങളുടെ പല ഷോപ്പുകളിലും കച്ചവടം ഇല്ലാതെ നിന്ന് പോകുന്നതിൻ്റെ അവസ്ഥ വരുന്നത്. ഇതൊരു ഡീമോട്ടിവേഷൻ ഒന്നുമില്ല. എന്നാലും നിങ്ങൾ അറിഞ്ഞിരിക്കണം ബിസിനസ് എന്താണെന്നുള്ളത്. ആരെങ്കിലും പറഞ്ഞിട്ട് നമ്മൾ ഒരിക്കലും എടുത്ത് ചാടരുത്. 1.5 ദിവസം ട്രാവൽ ചെയ്ത് നിങ്ങൾക്ക് ഇങ്ങോട്ട് എത്താൻ എത്ര ചിലവുണ്ടാവും? മിനിമം ഒരു 1000 രൂപ. റൂമിന് ലേഡീസൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ലാത്ത റൂമിന് ഒരു 1000 രൂപ. ആൻഡ് ഫുഡിന് 500. സോ നിങ്ങൾക്ക് ഫസ്റ്റ് ദിവസം ഇവിടെ വന്നത്തെ ദിവസത്തെ ചിലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2,500 രൂപ. പിറ്റേ ദിവസം മുതൽ 1,500 വെച്ച് നിങ്ങൾക്ക് ചിലവ് വന്നു. സോ 3,000, 4,000, 5,500 രൂപ നിങ്ങൾക്ക് 3 ദിവസം ഇവിടെ പർച്ചേസ് ചെയ്യാൻ മിനിമം വേണം. നിങ്ങൾക്ക് നോക്കി കണ്ടെടുക്കാനായിട്ട് ഒരു 3 ദിവസം വേണം. അപ്പോൾ 5,500 രൂപ വഴിക്ക് പോയോ? തിരിച്ചു പോകാനായിട്ട് ഒരു 1000. അപ്പോൾ എത്രയായി? 6,500. വേണ്ട ഒരു 7,000 രൂപയ്ക്ക് വരും. അങ്ങനെ കൂട്ടി 7,000 രൂപ ഏറ്റവും കുറഞ്ഞു വരുന്നു വിചാരിച്ചോ. ഇനി 7,000 രൂപയ്ക്ക് എടുത്തിട്ട് നിങ്ങൾക്ക് അവിടെ പോയി നാട്ടിൽ പോയി 10,000 രൂപയുടെ സാധനം സെല്ല് ചെയ്തിട്ട് ലാഭം ഉണ്ടാക്കാൻ പറ്റും. അത് നമുക്ക് നോക്കാം. 10,000 രൂപയുടെ സാധനം 200 രൂപയുടെ ഐറ്റംസ് അല്ലേ നിങ്ങളെടുത്ത്, നിങ്ങൾക്ക് എത്ര രൂപയ്ക്ക് വിൽക്കാൻ പറ്റും? ഇരട്ടി ലാഭത്തിന് നിങ്ങൾ വിറ്റോ. 400 രൂപയ്ക്ക് നിങ്ങൾ വിറ്റു വിചാരിച്ചോ. എത്രയായി നിങ്ങളുടെ ലാഭം? 20,000 രൂപ. ഓക്കെ, 20,000 രൂപ 10,000 രൂപയുടെ സാധനത്തിന് നിങ്ങൾക്ക് കിട്ടി. സോ ഇവിടെ നിന്ന് വന്നിട്ട് നിങ്ങളുടെ ചിലവ് എത്രയാണ്? 17,000 രൂപ. സോ അവിടുത്തെ പ്രോഫിറ്റ് 3,000 രൂപ. ഇനി നാട്ടിൽ വന്ന് നിങ്ങൾക്ക് റെൻറ്റില്ലേ, അല്ലെങ്കിൽ റെൻറ്റില്ല, ഓൺലൈൻ ഷോപ്പാന്ന് വിചാരിച്ചോ, അതിനും കുറച്ച് ചിലവുകളില്ലേ. നിങ്ങൾ അവിടെ വന്ന് സാധനങ്ങൾ സെറ്റ് ചെയ്യണം, ഇവിടെ നിന്ന് അങ്ങോട്ട് ചെല്ലണം, അത് എത്തിക്കണം, അതിനൊക്കെ ചിലവ് കൂട്ടിയൊരു 1000 രൂപ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടുള്ളൂ. 10,000 രൂപയ്ക്ക് സാധനം എടുത്താൽ പിന്നെ എന്തായാലും ലാഭം? മിനിമം ഒരു 50,000 രൂപയ്ക്കാണ് നിങ്ങൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്യുന്നില്ലെങ്കിൽ വരുന്ന വൻ നഷ്ടം. അല്ലെങ്കിൽ ഇവിടെയുള്ള ആരെങ്കിലും കൊണ്ട് പർച്ചേസ് ചെയ്യുക. അല്ലാണ്ടെങ്കിൽ പിന്നെ സ്ഥലം കാണാം, കുഴപ്പമില്ല, ഞങ്ങൾക്ക് അത് മതി, ആരും മൂടി വരുന്നവർക്കാണെങ്കിൽ കുഴപ്പമില്ല. ഇനി ഇതൊക്കെ പറയുന്ന ഈ ആരാ ഞങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്ത് പൊക്കൂടെയും ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഈ വീഡിയോസിൽ കാണുന്ന ഷോപ്പുകളൊന്നും നല്ല മക്കളെ ഷോപ്പുകൾ. നിങ്ങൾ ഇവിടെ വന്നാൽ അത് മനസ്സിലാവും. മനസ്സ് എടുത്തു പോകും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു സാധനം കിട്ടൂല. റേറ്റ് നിങ്ങൾ വീഡിയോയിൽ കണ്ടതിനായിട്ടും കൂടുതലായിരിക്കും ഇവിടെ വരുമ്പോൾ. കാര്യം ഇത് ഹോൾസെയിൽ ഷോപ്പാണ്. അവരിങ്ങനെ സർക്കുലേറ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ അവർ പറയും ആ ഐറ്റം ഇന്നൂടെ ഇല്ല, അന്ന് അതിന് ആ പ്രൈസ് ആയിരുന്നു, ഇന്നൂടെ ഇല്ല എന്ന് പറയും. സോ നിങ്ങൾ കുറേ തപ്പണം, അത്യാവശ്യം തപ്പണം. ഞങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഇതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന, നിങ്ങൾക്ക് ആർട്ട് വർക്കിംഗ് സാധനങ്ങളൊക്കെ ചെയ്തു തരുന്ന കുറച്ച് സ്ഥലങ്ങളുടെ വീഡിയോസ് ഞാൻ ഇതിൽ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല, നിങ്ങൾ ഒരു വീഡിയോസിൽ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. അല്ലാണ്ട് ഈ ഹോൾസെയിൽ ഭയങ്കര വലിയ മാർക്കറ്റുകളുണ്ട്, അതിനെക്കുറിച്ചൊന്നും നിങ്ങളൊരു വീഡിയോയിലും കാണില്ല. അവിടെ നിങ്ങൾക്ക് പോകാൻ പറ്റില്ല. കാര്യം നമ്മളൊക്കെ ലാർജ് സ്കെയിലിൽ ഇപ്പോൾ മിനിമം ഒരു 10 ലക്ഷം ആ റേഞ്ച് പർച്ചേസ് ചെയ്താൽ മാത്രം പോകാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട്. സോ നിങ്ങൾ ആ പ്ലാനിൽ ഒരാൾ ഇങ്ങോട്ട് വരണ്ട. 1 ലക്ഷം രൂപയ്ക്ക് ഒരു ദിവസത്തിന് വന്നിട്ട് പർച്ചേസ് ചെയ്ത് പോകാമെന്ന് വിചാരിച്ചു ഒരാളും വരണ്ട. മിനിമം ഇത്ര എക്സ്പെൻസ് കണ്ടിട്ട് വേണം നിങ്ങൾ ഇങ്ങോട്ട് കാലുകുത്താൻ. സോ വീഡിയോ ഞാൻ വല്ലാണ്ട് നീട്ടുന്നില്ല. ലൈക്ക് നമുക്ക് അറ്റൻഷൻ സ്പാൻ ഭയങ്കര കുറവാണ്. സോ ബോറടിക്കും. പനിയാണ്. സോ അത്യാവശ്യം ഷോക്കായിരിക്കും സൗണ്ടൊക്കെ. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ആൻഡ് ഇനി ഇങ്ങനത്തെ വീഡിയോസ് വേണമെന്ന് നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇനിയും ചെയ്യും. അല്ലാണ്ടെങ്കിൽ അവസാനിക്കും.